അച്ഛാ, വന്ന് എന്തെങ്കിലും കഴിക്ക്. ഇന്നലെ മുതൽ ജലപാനം ഇല്ലാതിരിക്കുകയല്ലേ. കയ്യിലൊരു ചുവന്ന റിബണുമായി മുറിയുടെ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന മധുവിനെ മകൾ വേണി ആഹാരം കഴിക്കാനായി വിളിക്കുന്നു. മധു അതുണ്ടോ കേൾക്കുന്നു. അയാൾ കയ്യിലിരിക്കുന്ന ചുവന്ന റിബണിൽ മുറുകെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിപ്പാണ്. എന്തൊക്കെയോ സംസാരിക്കുന്നുമുണ്ട്. വേണി വിഷമത്തോടെ കുറച്ചുനേരം അച്ഛനെ നോക്കി നിന്നിട്ട് നിറ കണ്ണോടെ അവിടുന്ന് അടുക്കളയിലേക്ക് പോയി. ഇന്നലെയായിരുന്നു വേണിയുടെ അമ്മ വിജയ മരണപ്പെട്ടത്. മധുവിൻ്റെ പ്രാണനായിരുന്നു വിജയ. 30 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ജീവിതത്തിലേക്ക് വെളിച്ചവുമായി വന്നവൾ, അയാളുടെ പാതി. ഇന്നലെ ആ വീട്ടുമുറ്റത്തെ ചിതയിൽ വിജയ എരിഞ്ഞമർന്നപ്പോൾ നെഞ്ചിനെ കല്ലാക്കിക്കൊണ്ടാണ് മധു അവളെ യാത്രയാക്കിയത്. ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴും തൻ്റെ പ്രിയതമയുടെ കത്തിയെരിയുന്ന ചിത നോക്കി നിസ്സഹായതയോടെ മധു നിന്നു. ആ സമയം മുതൽ ഇതേ ഇരിപ്പാണ്. ആരോടും ഒന്നും മിണ്ടുന്നതുമില്ല, ഒരു ഭക്ഷണവും കഴിക്കുന്നതുമില്ല. പക്ഷേ സ്വയം എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം ഏതാണ്ട് രാത്രി 9 മുറിയിൽ ആഹാരവുമായി വന്ന വേണി അച്ഛൻ്റെ ഇരിപ്പ് കണ്ട് സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനരികിലായി വന്നിരുന്നു. ശേഷം നിറ കണ്ണുകളോടെ, ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഇരുന്ന് അച്ഛൻ കൂടി എന്നെ വിട്ടിട്ട് പോവല്ലേ, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാകും. ഇതു കേട്ട് കണ്ണീരോടെ അവളുടെ മുഖത്ത് നോക്കി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നോട് പറയാതെ ഒന്നും ചെയ്യില്ല നിൻ്റെ അമ്മ. എന്നിട്ടും എന്നോടൊരു വാക്കുപോലും പറയാതെ പൊയ്ക്കളഞ്ഞല്ലോ പൊന്നു മോളെ അവൾ. എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം പോലും നീ അവൾക്ക് കൊടുത്തില്ലല്ലോ ഈശ്വര. അവളോട് പറയാൻ ആഗ്രഹിച്ചതൊക്കെ ഇനി ഞാൻ എങ്ങനെ പറയും, ആരോട് പറയും? അയാളുടെ മനസ്സ് നീറുകയായിരുന്നു. വിജയ്ക്ക് 3 വർഷമായി ക്യാൻസർ എന്ന രോഗാവസ്ഥയായിരുന്നു. ബ്ലഡിലായിരുന്നു ക്യാൻസർ. മരുന്നിലും അസഹനീയമായ വേദനയിലുമായിരുന്നു വിജയ് ഈ കാലം അത്രയും ജീവിച്ചിരുന്നത്. എപ്പോഴും താങ്ങും തണലുമായി മധുവും മകളും ഒപ്പം കാണും. അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും അവളെ സന്തോഷിപ്പിച്ചു. അച്ഛനെ എങ്ങനെയെങ്കിലും ഈ വേദനയിൽ നിന്ന് കരകയറ്റാൻ ഒരു മാർഗമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ വേണി അയാളുടെ കയ്യിലേക്ക് ഒരു ഡയറിയും പേനയും കൊടുത്തു. അച്ഛാ, അച്ഛൻ അമ്മയോട് പറയാനുള്ളതെല്ലാം ഈ ഡയറിയിൽ എഴുത്. തീർച്ചയായും അമ്മ അത് വായിക്കും, എനിക്ക് ഉറപ്പാണ്. മകളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊണ്ട് ഒരു ചെറു ചിരിയോടെ മധു പറഞ്ഞു, വായിക്കുമായിരിക്കും. അവൾക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ എഴുതുന്ന കത്തുകളും മറ്റുമൊക്കെ വായിക്കാൻ. ഒരു വട്ടമൊന്നും അല്ല, 1000 വട്ടം വേണമെങ്കിലും വായിക്കും, അല്ലേ മോളെ? വേണി ചിരിച്ചുകൊണ്ട് തല കുലുക്കി. അമ്മയോട് പറയാനുള്ളതെല്ലാം ഇതിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പുറത്തേക്ക് വരണം കേട്ടോ, എന്തെങ്കിലും കഴിക്കാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് വേണി മുറിക്ക് പുറത്തേക്ക് പോയി. മധു ആ ഡയറിയിൽ എഴുതാൻ ആരംഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ട വിജിക്ക്, ഞാൻ എഴുതുന്നത് നീ വായിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിൻ്റെ വേദനകൾ ഒക്കെ മാറിയോ വിജി? നീ അവിടെ സന്തോഷത്തോടെയാണോ ഉള്ളത്? സുഖമാണോ നിനക്ക്? വേദനകളും വിഷമങ്ങളും ഒന്നുമില്ലാത്ത ഒരു സുന്ദര ലോകത്തായിരിക്കും നീ ഇപ്പോൾ ഉണ്ടാകുക എന്നെനിക്ക് ഉറപ്പാണ്. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്കിവിടെ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ പൊന്നു മോൾക്ക് വേണ്ടി എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ. 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എട്ടും പൊട്ടും തിരിയാത്ത സുന്ദരിയായ എൻ്റെ പ്രിയപ്പെട്ടവളെ എങ്ങനെയാണ് നിന്നെ ഞാൻ മറക്കുക? മുന്തിരിവള്ളികൾ പോലെ കുറുങ്ങിക്കിടക്കുന്ന നിൻ്റെ മുടിയിൽ പല വർണ്ണത്തിലുള്ള റിബൺ കെട്ടി നീ നടക്കുന്നത് കാണാൻ തന്നെ എന്ത് ചേലായിരുന്നു. ഞാനൊന്ന് മുഖം കറുപ്പിച്ചാൽ തന്നെ കൊച്ചുകുട്ടികളെ പോലെ വിങ്ങിപ്പൊട്ടുന്ന നിൻ്റെ ആ നിഷ്കളങ്കമായ മുഖം മനസ്സിൽ വരച്ചിട്ട പോലെ വ്യക്തമായി ഇപ്പോഴുമുണ്ട് എൻ്റെ മനസ്സിൽ. ഒരുമിച്ചുള്ള നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും വേദനകളും വിഷമങ്ങളും എല്ലാം നമ്മൾ ഒരുമിച്ച് അതിജീവിച്ചു. 7 വർഷത്തെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് കിട്ടിയ പൊന്നുമകളെ സ്നേഹിച്ചും ലാളിച്ചും സന്തോഷത്തോടെ മുന്നോട്ട് പോയ നമ്മുടെ ജീവിതം എപ്പോൾ മുതലാണ് താളം തെറ്റാൻ തുടങ്ങിയത്? അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്നപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്കും നല്ലൊരു ജീവിതത്തിനും വേണ്ടി കടൽ കടന്നു പോകേണ്ടി വന്നു എനിക്ക്. നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ നിന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ പിന്നീട് എനിക്ക് കഴിഞ്ഞില്ല. അതിൽ തെല്ലും പരിഭവമില്ലാതെ എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന നിൻ്റെ ആ സുന്ദരമായ മുഖം ഞാൻ എങ്ങനെ മറക്കും? ഇടയ്ക്കെപ്പോഴെങ്കിലും നാട്ടിലേക്കൊരു ഫോൺ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരും അയൽക്കാരും ബന്ധുക്കാരും ഒക്കെ സംസാരിച്ച് നിന്നിൽ ഫോൺ എത്തുമ്പോൾ എനിക്ക് വെക്കേണ്ടി വരുന്നൊരവസ്ഥ. അതിനുപോലും നീ എന്നോട് പരിഭവം കാട്ടാതിരുന്നത് എന്തേ വിജി? ജീവിതത്തിൽ ഞാൻ എല്ലാം സമ്പാദിച്ചെങ്കിലും ഓർത്തു വയ്ക്കാൻ എൻ്റെ ഓർമ്മകളിൽ നമ്മുടെ തുടക്കകാലത്തെ 8 വർഷത്തെ ഓർമ്മകളേ ഉള്ളൂ എന്നത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിൽ ആരായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും നീ എന്നെ വിട്ടിട്ട് പോയല്ലോ. ക്യാൻസർ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും നീ അന്വേഷിച്ചത് ഞങ്ങളുടെ കാര്യങ്ങളാണ്. ഞങ്ങൾ കഴിച്ചോ, ഞങ്ങൾ കിടന്നോ എന്നിങ്ങനെ.
ഒരിക്കൽ പോലും നിനക്കെന്താണ് വേണ്ടതെന്നോ എന്താണ് നിൻ്റെ ആഗ്രഹമെന്നോ നീ പറഞ്ഞിട്ടില്ല. ഞാനായി ചോദിച്ചിട്ടുമില്ല. ജീവിതം കെട്ടിപ്പോക്കുന്ന തിരക്കിൽ ജീവിക്കാൻ നമ്മൾ മറന്നുപോയോ വിജി? ഇന്ന് ആ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. എപ്പോഴോ ഒരിക്കൽ നീ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാൻ ഏട്ടന് നല്ലൊരു ഭാര്യയായിരുന്നോ എന്ന്. അതിനൊരു മറുപടി പറയാൻ പല കാരണങ്ങളിൽ കുടുങ്ങിക്കിടന്ന എൻ്റെ മനസ്സിന് അന്ന് സാധിച്ചില്ല. പറയാനായി മനസ്സ് പാകപ്പെടുത്തിയപ്പോൾ നീ പോവുകയും ചെയ്തു. നീ കേൾക്കാൻ ആഗ്രഹിച്ച ആ കാര്യം ഞാനിപ്പോൾ പറയട്ടെ. നീ എനിക്ക് നല്ലൊരു ഭാര്യ മാത്രമല്ല, എൻ്റെ മകളുടെ നല്ലൊരു അമ്മയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മരുമകളായിരുന്നു. എൻ്റെ സഹോദരങ്ങൾക്ക് നല്ലൊരു ചേച്ചിയായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചവും സർവവും നീയായിരുന്നു വിജി. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അതിലും വരും ജന്മങ്ങളിലുമെല്ലാം നീ ആയിരിക്കണം എൻ്റെ പാതി എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ ജന്മം എനിക്ക് തരാൻ കഴിയാതെ പോയ സ്നേഹവും കരുതലും നിനക്ക് നൽകാൻ ദൈവം എനിക്കൊരവസരം കൂടി തരുമെന്ന പ്രതീക്ഷയോടെ നിൻ്റെ സ്വന്തം ഏട്ടൻ. നിറഞ്ഞൊഴുകിയ കണ്ണീർ തുടച്ചുകൊണ്ട് മധു മുറിക്ക് പുറത്തേക്ക് പോയി. എഴുതി വെച്ചിരുന്ന കടലാസ് ചെറുതായി ഇളകാൻ തുടങ്ങി. ആരുടെയോ സാമീപ്യം അതിൽ വന്നതുപോലെ.